മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആശുപത്രിയിൽ തന്നെയാണ് കുറച്ചധികം ദിവസങ്ങളായി അദ്ദേഹം ഉള്ളത്. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ്. രാഹുൽ ജി നാഥിന്റെ വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഇപ്പോൾ നിലവിൽ എന്താണ് വി.എസിന്റെ ആരോഗ്യാവസ്ഥ? എങ്ങനെയാണ് അത്? നേരത്തെ ഉള്ളതുപോലെ തന്നെ തുടരുകയാണോ? ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടോ? അച്യുതാനന്ദൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. അത്തരത്തിൽ തന്നെയാണ് 3 ദിവസമായി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുമ്പോൾ പറയുന്നത് നിലവിൽ എന്തായിരുന്നു ആരോഗ്യസ്ഥിതി അത് തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് 11:30 ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്നത്. എന്നാലും ഏറ്റവും പ്രധാനമായി ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ചർച്ച ഇന്നുണ്ടായിരുന്നു. അത് ഈ SUTയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം അവർ എന്ത് ചികിത്സയാണ് നൽകുന്നത്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ സംഘം ഡോക്ടർമാരും എത്തിയിരുന്നു. അവരുമായി ചർച്ച നടത്തി ചികിത്സയുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ വൃക്കകളുടെ പ്രവർത്തനം, ഇപ്പോൾ രക്തസമ്മർദ്ദം ഇത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർക്ക് മുന്നിലുള്ള ദൗത്യം. ഇത് നിയന്ത്രിക്കാനുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞത്. അത് തന്നെയാണ് ഡോക്ടർമാർ ഇന്നും ആവർത്തിക്കുന്നത്. എന്തായാലും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ അച്യുതാനന്ദൻ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് മന്ത്രിമാർ എത്തിയിരുന്നു. A.K. ശശീന്ദ്രൻ എത്തിയിരുന്നു. ഇപ്പോൾ K. രാജൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ CPM നേതാക്കളാകട്ടെ മന്ത്രിമാരാകട്ടെ നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ അച്യുതാനന്ദൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. വി.എസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടാണ് രാഹുൽ നൽകിയത്.